നമ്മളാണ് ചെയ്യുന്നത്. അത് നിൽക്കുന്ന ഓരോ ആളുകൾക്കും ഇതിൻ്റെതായ ഭാഗമുണ്ട്. അതിൽ പ്രത്യക്ഷത്തിൽ ഇതിന് മുമ്പിൽ നിന്ന ആൾക്കാർ, സഹായിച്ച ആൾക്കാർ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തവർ, സംഘടനകൾ, വ്യക്തികൾ, നമുക്ക് ഇവിടെയൊന്നും ഇല്ലാത്ത ആൾക്കാർ, നമുക്ക് കാണാത്ത ആൾക്കാരും, ഒരുപക്ഷെ നിങ്ങൾക്കൊന്നും അത്ര പരിചയമില്ലാത്ത ആൾക്കാർ പോലും നമ്മുടെ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ, പറഞ്ഞതുപോലെ 10-15 വർഷം ആയിട്ട് ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം അത് നടന്നില്ല. പക്ഷേ അതിപ്പോഴും നടന്നു. ഓരോന്നിനോട് സമയമുണ്ട് ദാസാന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പോൾ അത് ഒത്തുകൂടാനുള്ള ഒരു അവസരം നമുക്ക് എല്ലാ ആൾക്കാർക്കും ഒരു പ്രത്യേക കാര്യത്തിൻ്റെ പേരിൽ ഒത്തുകൂടാനൊരു അവസരം ഉണ്ടായി. തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും അവിടെ ഇങ്ങനൊരു അവിടുത്തെ ആളുകൾ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നില്ല എന്നൊരു തീരുമാനം എടുക്കാന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും നാശപ്പെട്ട അവസ്ഥയാണ്. നമ്മളുടെ ജനാധിപത്യ സംവിധാനം എല്ലാ ആളുകൾക്കും രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഭരണഘടനാ അടിസ്ഥാനത്തിലുള്ള ജനാധിപത്യ സംവിധാനം, ആ ജനാധിപത്യ സംവിധാനത്തിൽ പങ്കെടുക്കാതെ വോട്ട് ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പറഞ്ഞാൽ അതിനെ തരണം ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ത്യാഗം സഹിക്കണോ അതെല്ലാം ത്യാഗം സഹിക്കുക എന്നുള്ളതാണ് ഓരോ വ്യക്തിയുടെയും താല്പര്യം, നിർബന്ധം. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വോട്ട് ചെയ്യില്ല എന്നല്ല, നിങ്ങൾ വോട്ട് ചെയ്യണം, വോട്ട് ചെയ്താൽ ഈ വഴി ഉണ്ടാക്കും എന്നൊരു തീരുമാനം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ പറയാൻ പ്രഖ്യാപിച്ചു എന്നില്ല, വീട്ടുകാരോടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളതിൽ കൂടി കൂടെ നിന്നിട്ട് ബാക്കി ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് നമ്മൾ ഈ റോഡിൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഒരു എന്താ പറയുക സാഹസം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് തീരുമാനിച്ചിട്ട് അല്ലെങ്കിൽ ഒരു നാട് തീരുമാനിച്ചിട്ട് ഒന്നും നടപ്പിലാകാത്ത ഒരു കാര്യം നടപ്പിലാക്കാം എന്നൊരു ധൈര്യം പറഞ്ഞത് ഈ കാര്യം കൊണ്ട് മാത്രമാണ്. ഒത്തിരി കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഔദ്യോഗിക തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വ്യക്തികളുടെ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരുമിച്ച് നിന്നുണ്ട്. ഈ ഒരുമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടത്. ഒരു നാടിൻ്റേതായാലും ഒരു പ്രദേശത്തിൻ്റെതായാലും വാർഡിൻ്റേതായാലും പഞ്ചായത്തിൻ്റെതായാലും സംസ്ഥാനത്തിൻ്റെതായാലും കേന്ദ്രത്തിൻ്റെതായാലും വേണ്ടത് ഒരുമിച്ച് നിൽക്കുക എന്നുള്ള അവസ്ഥയാണ്. ഈ ഒരുമിച്ച് നിൽക്കുന്ന അവസ്ഥ താൽക്കാലികമായ ഒരാവശ്യത്തിന് വേണ്ടി മാത്രമാവരുത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ റോഡുണ്ടായി, ഇപ്പോൾ നാളെ ഈ റോഡിൻ്റെ പേരിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്കെല്ലാം ഈ റോഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സമ്പർക്കവും സഹകരണവും സഹിഷ്ണുതയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് നമ്മുടെ ഒരു മാതൃകയാവേണ്ടത്. ഈ റോഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ റോഡിൻ്റെ കാര്യത്തിൽ നമ്മൾ എങ്ങനെയൊക്കെ സഹകരിച്ചു ഇതുപോലെ തന്നെ ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ പരസ്പരം നമുക്ക് തമ്മിലുണ്ടാകുന്ന ചെറിയ അഭിപ്രായ ഭിന്നതകളുണ്ടാവും. ആ അഭിപ്രായ ഭിന്നതകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് നമുക്ക് തന്നെ തീരുമാനിക്കണം. അതിന് വേറൊരു സർക്കാരിൻ്റെയോ വേറെ ഏതെങ്കിലും സഹായം ആവശ്യമില്ലാത്ത തരത്തിൽ നമുക്ക് തന്നെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കണം. ഇനി നമുക്ക് ചികിത്സാ കാര്യങ്ങൾക്ക്, നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വികസന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധനസഹായം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ച് വേണം അത് ചെയ്യാനായിട്ട്. ആ തരത്തിലുള്ള ഒരു സംവിധാനം രൂപപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഈ റോഡ് ഒരു പുതിയ വഴി തുറക്കുകയാണെങ്കിൽ അതാണ് ഈ റോഡിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ റോഡ് ഉണ്ടാവും. ഇപ്പോൾ ബ്രിട്ടീഷുകാർ വന്ന ശേഷമാണ് റെയിൽവേ ഉണ്ടായിരുന്നു പറഞ്ഞാൽ അവർ വന്നില്ലെങ്കിലും റെയിൽവേ ഉണ്ടാകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞതുപോലെ ഈ റോഡ് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇത്ര നേരത്തെ ഉണ്ടാകാൻ കാരണം നമ്മളെല്ലാം കൂടി ഒരുമിച്ച് വന്നുകൊണ്ടാണ്. ഒരേ മനസ്സോടുകൂടി പലതരത്തിലുള്ള ആശയമുള്ള ആൾക്കാരായ, പല രാഷ്ട്രീയമുള്ള ആൾക്കാരുണ്ടാകാം, പല ചിന്താഗതിയുള്ള ആൾക്കാരുണ്ടാവാം, പല മതസ്ഥരുണ്ടാവാം, പലതരത്തിലുള്ള വിഭാഗങ്ങളുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെല്ലാവരും ഒന്നിച്ച് നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഈ റോഡിൻ്റെ മാതൃക. ഈ റോഡിൻ്റെ മാതൃക നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ ദേശത്ത് മുഴുവൻ എല്ലാ സ്ഥലങ്ങളിലും വ്യാപിപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തും ഉണ്ടാകും. ആ തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ, ചില കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും പരസ്പരം സഹായിക്കേണ്ടതുണ്ടാവാം, ചില കാര്യങ്ങൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതുണ്ടാവാം, ചില കാര്യങ്ങൾ നമ്മൾ ആൾക്കാരോട് ഒരുപക്ഷെ കയർത്ത് സംസാരിക്കണമെങ്കിൽ കയർത്ത് സംസാരിക്കും. ഉദാഹരണത്തിന് നമ്മുടെ ഈ റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ പഞ്ചായത്തിൽ നമുക്ക് പോകേണ്ടി വന്നു. പഞ്ചായത്ത് പോകാൻ വേണ്ടി ഇവിടുത്തെ സ്ത്രീകളൊക്കെ തയ്യാറായില്ലേ, അമ്മമാരെ തയ്യാറായില്ലേ? അങ്ങനെ തയ്യാറാകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ സമരം നടത്തേണ്ടതുണ്ടാവും. ചിലപ്പോൾ നമ്മൾ അത് നേടിയെടുക്കാൻ വേണ്ടി എന്തെല്ലാം ത്യാഗം സഹിക്കണോ അതെല്ലാം സഹിക്കാൻ നമ്മൾ സന്നദ്ധരാണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. അത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ നാടിന് വേണ്ടിയാണ്, നമ്മുടെ പ്രദേശത്തിന് വേണ്ടിയാണെന്നൊരു ബോധം നമുക്കുണ്ടാവുകയും ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഏത് തരത്തിലും എവിടേക്ക് ഉണ്ടായാലും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെല്ലാം അടിസ്ഥാനപരമായി കാണേണ്ട കാര്യമാണ്. ഒരാൾക്ക് പെട്ടെന്ന് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യനൊക്കെ ആ കാര്യം അറിയാവുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തൊക്കെ സംസാരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും, ഒത്തിരി ആശയങ്ങളുണ്ട് ഈ തരത്തിൽ. ഒരാൾക്ക് പെട്ടെന്നൊരു വീട്ടിൽ അസുഖം ഉണ്ടാകുമ്പോൾ അത്രയും നാൾ ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴേക്കും ധനസഹായം ആവശ്യമുണ്ടാവാം, ഏതെങ്കിലും എല്ലാ തരത്തിലുള്ള സഹായം ആവശ്യമുണ്ടാവാം. ആ സഹായങ്ങളൊക്കെ നമുക്ക് തന്നെ കൊടുക്കുവാൻ കഴിയുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനോടെ നമ്മൾ പഞ്ചായത്തിലേക്ക് പോകുക, അല്ലെങ്കിൽ മെമ്പറെ വിളിക്കുക. മെമ്പറുണ്ട്. മെമ്പറെ മാത്രമല്ല, മെമ്പറാക്കുന്നത് നമ്മളാണ്. ആ മെമ്പറെ ആക്കി കഴിഞ്ഞ് പറഞ്ഞാൽ എല്ലാ ചുമതലയും മെമ്പറുടെ തലയിലേക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ആ മെമ്പറുടെ കൂടെ നിന്ന് നമ്മളും സഹായിച്ച്, നമ്മളും സഹകരിച്ച് അവരെ മുന്നിൽ നിർത്തി, നമ്മുടെ ഒരു പ്രതിനിധിയാണ്, നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അതായത് പഞ്ചായത്ത് മെമ്പറല്ല ചെയ്യുന്നത്, പഞ്ചായത്ത് മെമ്പറെ മുൻനിർത്തി നമ്മുടെ നാടാണ് ചെയ്യുന്നത്. ആ തരത്തിലുള്ള ഒരു ബോധത്തിലുള്ള പ്രവർത്തനം നടത്തുവാൻ വേണ്ടി നമുക്ക് കഴിയണം. അങ്ങനെയുള്ള ഒരു മനോഭാവം രൂപപ്പെടുത്താൻ വേണ്ടി ഈ റോഡ്, ഈ പാത സഹായിക്കുമെങ്കിൽ അതാണ് നമ്മുടെ പുതിയ വികസനത്തിൻ്റെ വഴി. ആ വഴിയിലേക്ക് എല്ലാ ആൾക്കാർക്കും നമുക്ക് ഇന്നത്തെ ആഹ്ലാദത്തോടുകൂടി ഈ വഴിയിലേക്ക് കടക്കാം. ഇതുപോലെയുള്ള ഈ വഴി സഞ്ചരിക്കുവാൻ വേണ്ടി നമുക്ക് എല്ലാ ആൾക്കാർക്കും മനസ്സുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.